നമസ്കാരം. എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് വർണ്ണങ്ങളില്ലാത്ത ഉണ്ണി എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ക്രിസ്മസ് ലോകത്തിലെ തന്നെ ആഘോഷങ്ങളുടെ ആഘോഷമാണ്. പുൽക്കൂടും നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയും എന്നുവേണ്ട ഒട്ടനേകം വർണ്ണങ്ങളുടെ ഒരു പൂരം തന്നെയാണ് ക്രിസ്മസ്. എന്നാൽ ഈ വർണ്ണങ്ങളുടെ ദൃശ്യഭംഗി എന്തെന്നറിയാത്ത, ഈ വർണ്ണങ്ങളുടെ മനോഹാരിത എന്തെന്നറിയാത്ത ഒട്ടനേകം സഹോദരർ നമുക്കിടയിലുണ്ട്. ഇന്ന് അവരോടൊപ്പമാണ് നമ്മുടെ ക്രിസ്മസ്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്കടുത്തുള്ള കാളകെട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന അസീസി സ്കൂൾ ഫോർ ബ്ലൈൻഡിലെ വിദ്യാർത്ഥികളാണിവർ. ശബ്ദമാണ് ഇവരുടെ ആത്മസുഹൃത്ത്. കാഴ്ചയുടെ മനോഹാരിതയെക്കുറിച്ച് ഇവരോട് വർണ്ണിച്ചാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ടിവർക്ക്. എന്നാൽ പുൽക്കൂട്ടിലെ രക്ഷകനായ ഉണ്ണീശോയെക്കുറിച്ച് പറയാനും വർണ്ണിക്കാനും ഇവർക്ക് 100 നാവാണ്. ക്രിസ്മസ് ഇവർക്ക് ആഘോഷങ്ങളുടെ ആഘോഷമാണ്. ഇവരുടെ മനസ്സിൽ ഉണ്ണിക്ക് വർണ്ണം കുറവാണെങ്കിലും ഇഷ്ടം വാനോളമാണ്. സിസ്റ്റേഴ്സിന്റെ സഹായത്തോടെ പുൽക്കൂടുണ്ടാക്കിയും നക്ഷത്രവിളക്കുകൾ തൂക്കിയും പാട്ടുപാടി നൃത്തം ചെയ്തും ഈ കുട്ടികൾ നിറം മങ്ങിയ നിമിഷങ്ങളെ ഉത്സവമാക്കി മാറ്റുകയാണിവിടെ. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ
നീസ ഗാസ നിനിസ നീസ ഗഗസ നീസ നീസ ഗാസ നിനിസ നീസ ഗഗസ ആയിരം വർണ്ണങ്ങൾ കൂടെ വന്നു അഴകാർന്നൊരാടകൾ നീതു തന്നു ആയിരം വർണ്ണങ്ങൾ കൂടെ വന്നു അഴകാർന്നൊരാടകൾ നീതു തന്നു ആ മാടപ്പെട്ടി തുറന്നു തന്നു ആകാശം പൂത്തു വെളിച്ചം മുഖം തിരിക്കുന്ന ഈ കുരുന്നുകളിൽ കലാപ്രതിഭ വാനോളമുണ്ട്. നൃത്തവും സംഗീതവും മാത്രമല്ല, അഭിനയ കലയിലും മിടുക്കരാണ് ഈ കുട്ടികൾ. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു മനോഹര സ്കിറ്റും ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നു. അസീസി സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് എന്ന സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഈ സ്കൂളിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒത്തിരി വിശേഷങ്ങൾ നമ്മോട് ഇവർക്ക് പങ്കുവെക്കാനുണ്ടാവും. അതൊന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് സിസ്റ്റർ സീന മേരി. ഈ കോൺവെൻറ്റിലെ മദർ. സിസ്റ്റർ ചൈതന്യ നമ്മുടെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്. സിസ്റ്റർ റെൻസി അസിസ്റ്റൻ്റ് ഹെഡ് മിസ്ട്രസ്. സിസ്റ്റർ ബെൻസി ഞങ്ങളുടെ ക്രാഫ്റ്റ് ടീച്ചർ. മദർ, കാഴ്ചയുള്ളവർ പോലും ഈ ലോകത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ ജന്മന അന്ധരായിട്ടുള്ള ഈ കുട്ടികളോടൊപ്പമുള്ള നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒത്തിരി അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാവുമല്ലോ, അതൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായും ധാരാളം അനുഭവങ്ങൾ ഈ കുട്ടികളുമായി ഞങ്ങൾക്കുണ്ട്. അത് പങ്കുവെക്കുന്നതിൽ ഞങ്ങൾക്ക് അതീവ സന്തോഷവുമുണ്ട്. അത് പങ്കുവെക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കുകയാണ്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 25:40 വാക്യത്തിൽ പറയുന്ന ആ വചനം ഞങ്ങളുടെ ഫാദർ ഫൗണ്ടർ മോൺസിഞ്ഞോർ ജോസഫ് കണ്ടത്തിൽ ഈ വചനത്തെ ആസ്പദമാക്കി ജീവിതം ആരംഭിക്കുകയും ഞങ്ങളുടെ പ്രേക്ഷിത ജോലികൾ ആദ്യം ചേർത്തല എന്ന ഗ്രാമത്തിൽ ആരംഭിക്കുകയും ചെയ്ത കഥ മുതൽ ഒരു നിമിഷം ഒന്ന് പങ്കുവയ്ക്കാം. 1949 ഫാദർ ഫൗണ്ടർ മോൺസിഞ്ഞോർ ജോസഫ് കണ്ടത്തിൽ ഞങ്ങളുടെ അസീസ് സഭയ്ക്ക് ആരംഭമിടുകയും അന്ന് സഭയിൽ ഏറ്റവും അധികം വിലക്കപ്പെട്ട ഒരു ജനമായിരുന്ന ലെപ്രസി പേഷ്യൻസിനെ നോക്കുവാൻ അവരുടെ ശുശ്രൂഷയ്ക്കായി ഞങ്ങളുടെ ഈ സഭ ആരംഭിക്കുകയും ചെയ്തു. അന്നു മുതൽ ഞങ്ങളുടെ അച്ഛൻ സഭയിൽ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ തിരഞ്ഞുപിടിച്ച് അവർക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഈ സ്ഥാപനവും ആരംഭിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഫാദർ ഫൗണ്ടറിൻ്റെ ആ പ്രേക്ഷിത ചൈതന്യം ഞങ്ങളുടെ ജീവിതത്തിലും അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി കാളകെട്ടി ഈ അസീസി ബ്ലൈൻഡ് സ്കൂളിൽ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഞങ്ങൾ ജീവിക്കുകയും
അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുവാൻ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ സഹോദരിമാർ അത് നിർവഹിക്കുന്നത്. അത് പറയുമ്പോൾ കണ്ണില്ലാത്ത കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒരു കുഞ്ഞ് ഒരു വീട്ടിൽ ഒരു മാതാപിതാക്കൾക്കുണ്ടായാൽ അവർ എന്തുമാത്രം മനപ്രയാസത്തോടു കൂടി തന്നെയാണ് ആ കുഞ്ഞുങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ സ്കൂള് അനേകം കുടുംബങ്ങൾക്കും അനേകം മക്കൾക്കും ഒരാശ്വാസമാകുവാൻ തക്ക വിധത്തിൽ അവർ ഉണ്ണുന്നതും ഉടുക്കുന്നതും കുളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പഠിക്കുന്നതും എല്ലാം ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറിലും ഞങ്ങളുടെ സഹോദരിമാർ ഈ കുഞ്ഞുങ്ങളുടെ പിന്നാലെയുള്ള അവരുടെ സേവനം ചെയ്യുന്നത് കാണുമ്പോൾ സ്വന്തം മക്കളെ ഒരമ്മ എങ്ങനെ താലോലിച്ച് വളർത്തുന്നുവോ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ സഹോദരിമാരും ഇവിടെ സേവനം ചെയ്യുന്നത്. അതിൽ ഞങ്ങളുടെ ഫാദർ ഫൗണ്ടറിൻ്റെ ആ കാലടികളെ പിന്തുടർന്ന് അവർക്ക് സേവനം ചെയ്യുവാൻ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും, ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള മക്കൾ എവിടെയുണ്ടെങ്കിലും ആ മക്കൾക്ക് സേവനം ചെയ്യുവാൻ ഞങ്ങളെ കർത്താവായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 1968 അന്ധബിദ്ര വിദ്യാലയം എന്ന പേരിൽ നീർപ്പാറയിൽ, എറണാകുളം ജില്ലയിലെ നീർപ്പാറയിൽ സ്ഥാപനം ആരംഭിച്ചത്. കുട്ടികളുടെ ബാഹുല്യം നിമിത്തം 1993 കാഴ്ചാവൈകല്യമുള്ള കുട്ടികളെ മാത്രം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്കടുത്തുള്ള കാളകെട്ടി എന്ന സ്ഥലത്ത് അസിസി വിദ്യാലയം എന്ന പേരിൽ സ്ഥാപിച്ച് ഈ സ്കൂൾ ഇവിടെ തുടങ്ങി. ഇവിടെ ഇപ്പോൾ 1 മുതൽ 7 വരെയാണ് കുട്ടികൾ പഠിക്കുന്നത് ഈ സ്പെഷ്യൽ സ്കൂളിൽ. അതിനുശേഷം അവർ സാധാരണ സ്കൂളിൽ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിൽ പഠിക്കുന്നു. പെൺകുട്ടികളെ മാത്രം നമ്മൾ ഹൈസ്കൂൾ പഠനത്തിനായി ഇവിടെ ഹോസ്റ്റലിൽ നിർത്തുന്നു. അവർ അടുത്തുള്ള AMHS കാളകെട്ടിയിൽ പഠിക്കുന്നു. 1 മുതൽ 7 വരെ ക്ലാസ്സിലായി ഇപ്പോൾ 42 കുട്ടികൾ പഠിക്കുന്നു. ഹൈസ്കൂളിൽ 5 കുട്ടികളുമുണ്ട്. ഏകദേശം 20-നടുത്ത് സ്റ്റാഫ് ഞങ്ങളുടെ സ്കൂളിലുണ്ട്. ടീച്ചേഴ്സ് ഉൾപ്പെടെ ബാക്കി പോസ്റ്റുകളിലും കുട്ടികൾക്ക് സേവനം ചെയ്യുവാനായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇത് ഒരു എയ്ഡഡ് സ്ഥാപനമാണ്. ഗവൺമെൻറ്റിൽ നിന്നാണ് നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. കാഴ്ചവൈകല്യമുള്ള കുട്ടികൾക്ക് സ്പെഷ്യലായി മ്യൂസിക്, ക്രാഫ്റ്റ്, മൊബിലിറ്റി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ വിഷയങ്ങളൊക്കെ പഠിക്കുവാനുണ്ട്. സിസ്റ്റർ, എങ്ങനെയാണ് ഈ കുട്ടികളെ എഴുതാനും വായിക്കാനും സ്വന്തമായി ജീവിക്കാനുമുള്ള പരിശീലനം നൽകുന്നത്? കാഴ്ചവൈകല്യമുള്ള കുട്ടികൾ ബ്രെയിലി ലിപിയിലാണ് എഴുത്തും വായനയും നടത്തുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ഇവിടെ വന്ന് ചേരുമ്പോൾ അവരെ നമ്മൾ പരിശീലിപ്പിക്കുന്നു. ബ്രെയിൽ ലിപിയിലുള്ള പഠനമാണ് ഇവിടെ നടത്തുന്നത്. കാഴ്ചപരിമിതിയുള്ള കുട്ടികളാണെങ്കിലും കാഴ്ചയുള്ള കുട്ടികളുടെ മേഖലയിൽ തന്നെ അവരെ എത്തിക്കുവാനായി നമുക്ക് സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇവിടുത്തെ പരിശീലനത്തിലൂടെ അവർ ബ്രെയിൽ നല്ലപോലെ പരിശീലനം നേടുന്നതോടൊപ്പം തന്നെ സാധാരണ സ്റ്റേറ്റ് സിലബസിലുള്ള പുസ്തകങ്ങളും അതുപോലെയുള്ള പരീക്ഷാ രീതികളുമാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിലും മികച്ച നിലവാരമാണ് ഇവിടുത്തെ കുട്ടികൾ പുലർത്തുന്നത്. കുട്ടികൾ ഇവിടെ ആദ്യമായി വന്നെത്തുമ്പോൾ അവർക്ക് സ്വയമേ ഒന്ന് നടക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയും ഒരു കാര്യങ്ങളും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെയാണ് അവരുടേത്. എങ്കിലും ഇവിടെ വന്ന് കഴിയുമ്പോൾ ആഹാരം കഴിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ അവരുടെ ദിനചര്യകളെല്ലാം സ്വന്തമായി ചെയ്യുന്നതിനും അവരെ പ്രാപ്തരാക്കുന്നതിനും ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് സാധിക്കുന്നു. ഇവിടെ നിന്നും പഠനം പൂർത്തിയാക്കിയ കുട്ടികൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരും കാഴ്ചയുള്ളവരെക്കാൾ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതെന്ന് മറ്റുള്ളവർ പറയാനിടയായിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾ ബ്രെയിൽ ലിപി എന്ന് പറഞ്ഞാൽ 6 കുത്തുകൾ ഉപയോഗിച്ചുള്ള ഒരു ലിപിയാണ്. അതായത് ആ കുത്തുകളുടെ സ്ഥാനമനുസരിച്ചാണ് അവർ എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിവിധ ഗണിതോപകരണങ്ങളൊക്കെ ഇവിടെ കുട്ടികൾക്ക് കാഴ്ച പരിമിതിയെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിനായിട്ട് അവരുടെ പഠന മേഖലകളിൽ ഉപയോഗിക്കാറുണ്ട്. സിസ്റ്റർ, സ്പെഷ്യൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലും വർക്ക് എക്സ്പീരിയൻസ് മേഖലയിലും ധാരാളം സമ്മാനങ്ങൾ ഇവിടുത്തെ കുട്ടികൾ മേടിച്ചതായി വാർത്തകളിൽ കണ്ടു. എങ്ങനെയാണ് അവർ ഇതിൽ പരിശീലിപ്പിക്കുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി ഞങ്ങളുടെ സ്കൂളിലെ ക്രാഫ്റ്റ് അധ്യാപികയായ സിസ്റ്റർ ബെറ്റ്സി സംസാരിക്കും. ഇവർക്ക്
ധാരാളം കഴിവുകളും കലകളും ഇവരിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം ഈ സ്കൂളിൽ ആദ്യമായി ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് തന്നെ ഒരു ആശങ്കയുണ്ടായിരുന്നു, കണ്ണ് കാണാൻ വയ്യാത്ത കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ചെടുക്കുമെന്ന്. എന്നാൽ ഇവരുമായി ഇടപഴകിയപ്പോൾ വളരെ സന്തോഷവും ആണ് ഇവരോട് കൂടി ഇവരെ പഠിപ്പിക്കുന്നതിലും എല്ലാം വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഈ കുട്ടികളിൽ ഒത്തിരി കലകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ സ്കൂളിലെ കുട്ടികൾ സംസ്ഥാന കലോത്സവത്തിലും വർക്ക് എക്സ്പീരിയൻസ് കോമ്പറ്റീഷനിലുമൊക്കെ 5 വർഷം തുടർച്ചയായി ചാമ്പ്യന്മാരാകാൻ സാധിച്ചത്. എങ്ങനെയാണ് സിസ്റ്റർ ഇവരെ പരിശീലിപ്പിക്കുന്നത്? ക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഇവർക്ക് പൂക്കൾ ഉണ്ടാക്കാനായിട്ട് അത് അല്പം കാണാവുന്ന കുട്ടികളെ, നിറം കാണാൻ പറ്റുന്ന കുട്ടികളെ സെലക്ട് ചെയ്തെടുത്ത് അവരെ വെട്ടാൻ നമ്മൾ കയ്യിൽ പിടിച്ച് തന്നെ വെട്ടാൻ പഠിപ്പിക്കണം. ഇവരുടെ ഒരു പ്രത്യേകത നമ്മളൊന്ന് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ മറന്നു പോവുകയില്ല, അവർ നന്നായിട്ട് തന്നെ ചെയ്യും. പിന്നെ ടോട്ടൽ ബ്ലൈൻഡായിട്ടുള്ള കുട്ടികളെ ആണെങ്കിൽ ഇപ്പോൾ പുല്ലുകൊണ്ട് പായ ഉണ്ടാക്കാൻ നമ്മൾ പഠിപ്പിക്കും. അത് കൈക്ക് പിടിച്ച് തന്നെ ഇത് പുല്ല് എങ്ങനെ കയറ്റണമെന്ന് നമ്മൾ കയ്യിൽ പിടിച്ച് തന്നെ കുട്ടികളെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് ഒരു പീരീഡ് 2 പീരീഡ് പല പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ അവർ പഠിക്കുകയുള്ളൂ. എങ്കിലും അങ്ങനെ കാണിച്ചു കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ മറന്നു പോവുകയില്ല. നന്നായിട്ട് അവർ മറ്റുള്ള കുട്ടികളെക്കാൾ കൂടുതൽ ഞാൻ പറയും നന്നായിട്ട് ഒന്നുകൂടി ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. സിസ്റ്റർ, ഇവരുടെ വിശ്വാസ പരിശീലനവും ക്രിസ്മസ് സെലിബ്രേഷനും ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്? ക്രിസ്മസ് സീസൺ ആകുമ്പോൾ കുട്ടികൾക്ക് ഉണ്ണീശോയെ സ്വീകരിക്കാനുള്ള ആത്മീയമായി ഒരുങ്ങുവാനുള്ള പരിശീലനം നൽകുന്നു. അവർ ചെറിയ ചെറിയ സുഹൃത ജപങ്ങൾ ചൊല്ലുന്നു, ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. പുൽക്കൂടുകൾ ഇപ്രാവശ്യമാണെങ്കിൽ കുട്ടികൾ അവരവരുടെ ക്ലാസ്സുകളിൽ തന്നെ ചെറിയ ചെറിയ പുൽക്കൂടുകളുണ്ടാക്കി ക്രിസ്മസ് ആഘോഷമായിട്ട് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ ഇപ്രാവശ്യവും ചെയ്യുന്നത്, കുട്ടികൾക്ക് ക്രിസ്മസ് സമ്മാനം കൊടുക്കാറുണ്ട്. വൈകുന്നേരമാണ് ഈ നടത്തുന്നത്. സാധാരണ കുട്ടികൾ വീട്ടിൽ പോകുന്നതിൻ്റെ അടുത്ത ദിവസം തലേ ദിവസം രാത്രിയിൽ ക്രിസ്മസ് കരോള് പാടി കേക്ക് മുറിച്ച് കൊടുക്കുന്നു, ക്രിസ്മസ് സമ്മാനം കൊടുക്കുന്നു. മിഴികളുടെ അന്ധകാരത്തിനു മുൻപിൽ വൈദ്യശാസ്ത്രം തോൽക്കുമ്പോൾ നിരന്തര പരിശ്രമങ്ങളിലൂടെ പല മേഖലയിലും ഈ കുരുന്നുകൾ വിജയിക്കുന്നു. അതിനായി ചെറുപ്പം മുതൽ സ്പർശന മികവ് ഇവരിൽ പരിശീലിപ്പിക്കുന്നു. അങ്ങനെ ബ്രെയിൻലി ലിപി ഉപയോഗിച്ച് ഇവർ എഴുതാനും വായിക്കാനും പഠിക്കുന്നു. സമാന വൈകല്യമുള്ള ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരായി മാറുമ്പോൾ ഈ കുരുന്നുകൾക്ക് പഠനം വളരെ എളുപ്പമായി മാറുന്നു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്നു. കുട്ടികൾക്ക് ക്രിസ്മസിൻ്റെ ദിനം വലിയ ഒരു ആനന്ദമാണ്. ക്രിസ്മസ് ഉണ്ണീശോ പിറന്ന ജന്മദിനമായിട്ടാണ് നാം ആഘോഷിക്കുന്നത്. ഈ ദിനം കുട്ടികൾക്കെല്ലാവർക്കും വളരെ ആനന്ദമുള്ള ദിവസമാണ്. എല്ലാ വീടുകളിലും നക്ഷത്രമിട്ടും പുൽക്കൂട് കെട്ടിയും ജനങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഈ ക്രിസ്മസിൽ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ണിമിശിഹായ്ക്കായി ഒരു പുൽക്കൂട് ഉണ്ടാക്കണം. ഓരോ ക്രിസ്മസും ന്യൂ ഇയറും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ മണിച്ചിപ്പിൽ നിറയ്ക്കുന്നതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആഗതമാകുന്ന ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ എല്ലാവർക്കും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി ആശംസിക്കുന്നു. പഠനത്തോടൊപ്പം വിവിധ തൊഴിൽ മേഖലയിലും ഇവർക്ക് പരിശീലനം ലഭിക്കുന്നുണ്ട്. അതുമൂലം പ്രവൃത്തി പരിചയ മേഖലകളിൽ ധാരാളം സമ്മാനങ്ങളും ഇവർക്ക് ലഭിക്കുന്നു. പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള കൊട്ടകൾ, കസേരകൾ, മുത്തുകൊണ്ട് മനോഹരമായ വിവിധ ഐറ്റംസുകൾ, ചോക്ക്, ഈറ്റക്കുട്ടകൾ തുടങ്ങിയവയുടെ നിർമ്മാണവും ഇവരെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഒപ്പം കായികമായ വളർച്ചയും ലക്ഷ്യമിട്ടുകൊണ്ട് ക്രിക്കറ്റ് പോലുള്ള കളികളും ഇവരെ അഭ്യസിപ്പിക്കുന്നു.
പന്ത് കാണാൻ കഴിയാത്തതുകൊണ്ട് കിലുക്കമുള്ള ബോളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്കൂളിലെ മ്യൂസിക്കൽ റൂം ഒന്ന് അടുത്തറിയാം. വിവിധതരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വളരെ മനോഹരമായി ഹൃദയം കൊണ്ട് വായിക്കുന്ന ഈ കുരുന്നുകളുടെ കഴിവ് നമുക്കൊന്ന് ആസ്വദിക്കാം. മോളുടെ പേരെന്താണ്? സീതാലക്ഷ്മി. സീത എങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? വിവിധതരം പരിപാടികളോട് കൂടിയൊക്കെയാണ് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ക്ലാസ്സുകളിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി ക്രിസ്മസ് ആഘോഷിക്കുന്നു. 18-ാം തീയതി വൈകുന്നേരം ക്രിസ്മസ് സമ്മാനം കൊടുത്തും കേക്കൊക്കെ മുറിച്ചും ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഈ തവണ എല്ലാവരും ക്രിസ്മസിന് വീടുകളിൽ പോകുന്നുണ്ടോ? എല്ലാവരും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നന്നായിട്ട് വായിക്കുന്നവരല്ലേ? ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി തരുമോ? ഏത് പാട്ടാ പാടുന്നേ? ആ, എന്നാ നമുക്ക് തുടങ്ങാം. കാഴ്ചയുടെ ദൃശ്യവിരുന്ന് ഈ കുഞ്ഞുങ്ങളുടെ നേരെ മുഖം മറയ്ക്കുമ്പോൾ അറിവും കലയും കായികവും നിറഞ്ഞ ഇവിടുത്തെ ജീവിതം ഇവർക്ക് ഓരോ നിമിഷവും ആനന്ദം നൽകുമെങ്കിലും ആഘോഷങ്ങളുടെ ആഘോഷമായ ക്രിസ്മസിനെ ലോകം വർണ്ണാഭമായി വരവേൽക്കുന്നത് ഒരിക്കലെങ്കിലും കാണാൻ ഈ പൈതങ്ങൾക്ക് ഭാഗ്യമുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയൂ. പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണിയെ കാണാൻ വർണ്ണമനോഹരമാണെന്ന് പറഞ്ഞു കേട്ട് ഈ ക്രിസ്മസ് ലോകത്തോടൊപ്പം ഈ കുരുന്നുകളും ആഘോഷിക്കുകയാണ്.